ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്നും രാവിലെ ഇടുന്ന കളം ഇന്ന് മൂട്ടിൽ വെയിൽ ഉദിച്ചപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കളം ഒന്ന് വലുതാക്കിയ കാര്യം പറയാൻ മറന്നുപോയി. കളം ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ മെഴുകിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു കളമായിരുന്നു. അപ്പോൾ നമുക്ക് 2 ദിവസം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ആ കളം ഒന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പം അതേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വലുതാക്കിയ ഇടം ഞാൻ മെഴുകിയിട്ടില്ല. കാരണം ഓൾറെഡി ഞാൻ ലേറ്റായി പോയി എണീറ്റതേ. കാരണം ഇന്നലെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറൊക്കെ കണ്ട് അവർക്കൊക്കെ സുഖമാണെന്ന് ചോദിച്ചു. എനിക്ക് സുഖത്തിന് ഇത്തിരി ഒരു കുറവുള്ള കാരണം കൊണ്ട് അവർ സൂചി വെച്ചൊരു സുഖം തന്ന് നല്ല ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഒരു ട്രിപ്പ് വിട്ടിട്ടൊക്കെ വന്നിരിക്കണ ഇരിപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാൻ ആ ഒരു എന്താ പറയുക ഒരു ഇതള് പോലെ ഞാൻ ആദ്യം കാവി കളർ ഓറഞ്ച് ചെണ്ടുമല്ലിയാണ് ഇടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരിഞ്ഞത് ഫുള്ള് തീർന്നു. വീണ്ടും ഞാൻ അരിഞ്ഞെടുത്തു. അതും തീർന്നു. വീണ്ടും ഞാൻ അരിഞ്ഞെടുത്തു. പിന്നെയും തീർന്നു. വീണ്ടും ഞാൻ അരിഞ്ഞെടുത്തു. കാരണം ഓറഞ്ച് വളരെ കുറച്ചേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2-3 എണ്ണം മിച്ചം വയ്ക്കാൻ നോക്കി, അതും നടന്നില്ല. അത് മൊത്തം ഞാൻ എടുത്തു. അങ്ങനെ എന്തായാലും വേണ്ടില്ല, നമ്മുടെ കളം നമ്മൾ ഫസ്റ്റ് ഒരു ഔട്ടർ ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടൂൺ നെറ്റ്വർക്കിൽ കാണുന്ന സൂര്യനെ പോലെ തോന്നി. പിന്നെ വേണ്ട, സാരമില്ല, ഞാനല്ലേ ഇട്ടത്, കാർട്ടൂൺ നെറ്റ്വർക്കിൽ അതിലും വലുത് തോന്നാഞ്ഞ കാര്യമായി എന്ന് വിചാരിച്ചു. അതിനകത്ത് ആ ഒരു ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോസ് പെറ്റൽസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നേലൊന്നേ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രീൻ കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതിന് ഗ്രീൻ കളർ ഔട്ടർ കൊടുക്കുമ്പോൾ വളരെ ഒരു ഭംഗിയായിട്ട് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഈ സാധനങ്ങൾ ഓരോന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കളറിങ് ബുക്കിനകത്ത് കളർ കോമ്പിനേഷൻ വെച്ച് ഒരു മൈൻഡ് സെറ്റ് ചെയ്തിട്ടാണ് ഇത് ഇടാൻ വന്നിരിക്കുന്നത് തന്നെ. വരച്ചൊന്നും നോക്കാറില്ല. പിന്നെ നമ്മൾ പണ്ടേ വട്ടം വരച്ച് കഴിഞ്ഞാൽ ചതുരമാകുന്നതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാറുമില്ല. എന്തായാലും വേണ്ടല്ലോ, ഇന്ന് വട്ടം വരച്ചത് കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ കള ഇട്ട് വരുമ്പോൾ നിങ്ങൾ തന്നെ പറയണം വട്ടമായോ ഇനി വട്ടമായോ എന്നുള്ളത്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം തങ്ങളിൽ കണക്റ്റ് ആവാത്ത രീതിയിൽ ഗ്രീൻ കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. തങ്ങളിൽ കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചേലുണ്ടാവില്ല. നമ്മളെപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് പൂ നിൽക്കുന്ന രീതിയിൽ തോന്നത്തക്ക രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഭംഗിയാവും തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് പൂച്ച വന്ന് ഒരു ഇതള് മൊത്തം നശിപ്പിച്ചിട്ട് പോയി. ഞാൻ വീണ്ടും അതിരുന്ന് ശരിയാക്കി. ടൈം ലാപ്സിലായതുകൊണ്ട് എൻ്റെ ഓഡിയോ കേൾക്കാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നേനെ. കാരണം അവനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ്റെ അമ്മ ഞാനാണ്. ഞാൻ എവിടെ ഇരുന്നാലും എൻ്റെ മടി വന്നിരിക്കാറുണ്ട്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, അവനെ ഓടിച്ചിട്ടിട്ട് ഞാൻ ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഈ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുഷ് ചെടിയാണ് സാധാരണ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ബുഷ് ചെടി എവിടെയും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഒരു ടൈപ്പ് പായൽ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മുടെ ഈ ഭിത്തിയിലൊക്കെ ഉണ്ടാവുന്ന പായലില്ലേ, അതുപോലത്തെ ഇത്തിരി വലിയ ഇലയൊക്കെ ഉള്ളതായിട്ടുള്ളൊരു സാധനം, ക്യാരറ്റിൻ്റെ ഇലയൊക്കെ പോലിരിക്കും, അങ്ങനെയും തോന്നാം. അപ്പോൾ ആ സാധനമാണ് ഈ പറിച്ച് വട്ടത്തിലിട്ട് കൂട്ടുന്നത്. അതാകുമ്പോൾ ഒരു ഇളം ഗ്രീൻ കളറേ കിട്ടുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ ഔട്ടർ കൊടുക്കണം. മഞ്ഞ ഔട്ടർ കൊടുക്കുമ്പം ഒരു കളത്തിൽ കൊടുത്തിട്ട് ഒരു കളം എം ടി ആയിട്ട് ഇട്ടിട്ടാണ് കൊടുക്കണം. അതായത് 3 കളം മഞ്ഞയും 3 കളം വെറൈറ്റി ഒരു കളറുമാണ് കൊടുക്കുന്നത്. എന്താ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇല തന്നെയാണ്. കാട്ടുചീര എന്ന് പറയും നമ്മുടെ ഇവിടെ. ഒരു വാഴക്കൂമ്പിൻ്റെ ഒക്കെ കളറും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ എന്തായാലും വേണ്ടില്ല. എനിക്ക് പക്ഷേങ്കിൽ ഈ 3 മഞ്ഞ കൊടുത്തപ്പോൾ തന്നെ ഇതിവിടം കൊണ്ട് നിർത്തിയാലോ എന്ന് തോന്നിപ്പോയി. കാരണം വളരെ മനോഹരമായിരുന്നു എന്ന് തോന്നിപ്പോയി. സ്വയം തോന്നിയതുകൊണ്ട് കുറച്ച് നേരം എണ്ണീറ്റ് നിന്ന് വീക്ഷിക്കാനും മറന്നില്ല. എന്തായാലും വേണ്ടില്ല, വീക്ഷണ ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും മഞ്ഞ കംപ്ലീറ്റ് ഇട്ട് നിർത്തിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് സൗന്ദര്യം ആസ്വദിക്കും. ഈ മഞ്ഞക്കിടയിൽ ഒരു റോസ് പെറ്റൽസ് വന്നിട്ടുണ്ട്. അതിപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഇടയിലാണ് ഞാൻ കാണുന്നത്. പിന്നെ സാരില്ല, ഒരെണ്ണല്ലേ വന്നിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഞാനത് അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ചീരയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളർ വന്നിട്ട് നല്ലൊരു അട്രാക്റ്റീവ് കളറാണ്. പക്ഷേ അരിഞ്ഞ് വന്നപ്പോൾ കറുത്ത കളറായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഞാൻ എന്നും ഒരിടത്തിരുന്ന് കള ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഇന്ന് എണ്ണീറ്റ് തിരുവാതിര കളിയുന്നതല്ല വട്ടം ചുറ്റിയാണ് കള ഇട്ടെടുത്തത്. പിന്നെ ഇതിനകത്ത് ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം, എൻ്റെ ഇല്ലാത്തൊരു കാര്യമുണ്ട്. ഇതിൻ്റെ നടുക്ക് എന്ത് വെക്കണം എന്നൊരാശയം ഇതുവരെ ഉദിച്ചിട്ടില്ല. ഒരു സാധനം ഇട്ട് ഇരിപ്പുമില്ല. അപ്പം ഞാൻ എന്ത് വെക്കണം ഏത് വെക്കണം എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുറ്റത്തെ കാക്കപ്പൂവുമ്പോൾ 4 കാക്കപ്പൂ ഉണ്ടായി. അതെല്ലാം ഒരെണ്ണം കൂടെ വെച്ച് കൊടുത്താൽ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ടാറ്റാ, ഓക്കെ, ബൈ.